ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദിയ ഫവാസ്. ഗൈസ്, അപ്പോൾ കുറേ നാളത്തിന് ശേഷം പിന്നെയും വാവിച്ചില്ലാണ്ട് ഞാൻ ഒരു ഇൻ്റർവ്യൂ ചെയ്താൽ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാവിച്ചിൻ്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ 18 വാവിച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്നിപ്പോൾ തലേ ദിവസം ഉണ്ട്, അന്ന് ഡിസംബർ 17 തീയതിയാണ്. അപ്പോൾ ജെനിൽ ഇന്നലെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ കുറച്ച് ടൗണിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജെനിൽ ഇങ്ങനെ വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ജെനിലും കൂടി ഇന്ന് ജെനിലിനെ വീട്ടിലേക്ക് വിടാൻ പോകണമെന്നുള്ളൊരു പേരിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ കേക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് പോയി പിടിച്ചോട്ടെ. കേക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വാച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ സർപ്രൈസ് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ വീട്ടിൽ ഓരോ സംസാരങ്ങളുടെ ഇടയിൽ വാച്ചിക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിച്ചു തോന്നും, ജെനിലേക്ക് എന്തൊക്കെയോ പൊളിഞ്ഞു എന്നൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും വാവച്ചി പറയുന്നത് ജെനിലിനെ വിടാൻ പോയിട്ട് ജെനിലിനെ വിളിച്ച് അതിന്റെ പേര് പറഞ്ഞ് പോയിട്ട് ജെനിലിനെ എന്തായാലും തിരിച്ചു കൊണ്ടുവരുമെന്നാണ് വാവച്ചി പറഞ്ഞത്. അതായത് തിരിച്ചു പോണ സമയത്ത് ഞാൻ വണ്ടിയിൽ വീടെത്തുന്നതിന് മുമ്പ് ജെനിലിനെ ഇറക്കി വിട്ടിട്ട് ജെനിലിനൊന്ന് ഹൈഡ് ചെയ്ത് വെക്കണം എങ്ങനെയെങ്കിലും, എന്നിട്ട് വാവച്ചിക്ക് അറിയാത്ത പോലെ പ്ലാൻ ചെയ്യാൻ അങ്ങനെയാണ് വിചാരിക്കുക. അപ്പൊ ജെനിലില്ലാന്ന് വെച്ച് കഴിഞ്ഞാല് വാവച്ചി എന്തായാലും ജെനിലില്ല, അപ്പൊ ഒന്നും ചെയ്യണില്ല എന്നുള്ളൊരിത് വിചാരിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനിയിപ്പോൾ എന്താണെന്നും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ടൗണിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് കേക്ക് ഓർഡർ ചെയ്യാൻ പോയിട്ട് കേക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് സമയം ആവുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ടൗണിൽ കുറച്ച് കാര്യങ്ങളും ചെയ്തതിന് ശേഷം അങ്ങനെ കേക്ക് മേടിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ജെനിലിനെ ഹൈഡ് ചെയ്തതാണ് ഏറ്റവും വലിയ റിസ്ക്. എന്താ വെച്ച് കഴിഞ്ഞാൽ വാവച്ചി അറിയാനും പാടില്ല, പക്ഷേ ജെനിലിനെ പുറത്ത് നിർത്താനും പറ്റില്ല. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും സെറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. ഇപ്പം എന്താണോ ഒന്നും അറിയില്ല. ഇപ്പം ഏകദേശം 7:30 ആയിട്ടാണ്. അപ്പോൾ 7:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ കേക്ക് ഞങ്ങളൊക്കെ ഇനി ഓർഡർ ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് പോയിട്ട് കേക്ക് ഓർഡർ ചെയ്യാം അല്ലേ ജനു? ഓക്കെ. ഞങ്ങളിവിടെ ബേക്കറിയിൽ എത്തിയിട്ടാണ്. സമയമായതുകൊണ്ട് ഒന്നാമത് സൺഡേ ആണ്, പിന്നെ അതുപോലെ തന്നെ സമയമായതുകൊണ്ട് കേക്കുകളെല്ലാം ഒരു പരിമിതിയിലുള്ളൂ അല്ലേ ജനു? ഉണ്ടാ കുഴപ്പമില്ല, 1.5 കിട്ടില്ല. എന്നാൽ ബ്ലൂബെറി കിട്ടോ ഗൈസ്? അപ്പം ഞങ്ങളില്ലേ ഇവിടെ ഉള്ളിൽ വന്നിട്ട് മോട്ടർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പെട്ടെന്നായതുകൊണ്ട് ഒരു ഐഡിയ ഒന്നും ഇല്ല എന്ത് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഗൂഗിളിൽ കുറച്ച് മോഡൽസ് സെർച്ച് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കുറച്ച് അടിപൊളിയായിട്ടുള്ളത് നോക്കണം. ഒന്നാമത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒന്നും ഞങ്ങൾ വന്നത് നീറ്റാണ്. അപ്പോൾ ഒരു 7:30 അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം പറ്റില്ല. എന്തായാലും വേണം നമുക്ക് നോക്കിയിട്ട് അവർക്ക് ഡിസൈൻ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് വേറെ കുറച്ച് പ്ലാനിങ് കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി ചെയ്ത് വരുമ്പോൾ ഇവിടെ കേക്ക് റെഡി ആണെന്ന് പറഞ്ഞു അല്ലേ ഗൈസ്? അപ്പോൾ കേക്ക് റെഡി ആയിട്ട് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കേക്ക് മേടിക്കാൻ വേണ്ടി വന്നതാണ്. ആളിവിടെ ഇല്ലാത്തത്. ഇപ്പോൾ സമയം 9 മണിയൊക്കെ കഴിഞ്ഞു. ഒന്നാമത് സൺഡേ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സൺഡേ ആയതുകൊണ്ട് തന്നെ തിരക്ക്, അതായത് ഇവിടെ ആൾക്കാർ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറച്ച് ഇതുണ്ട്. പക്ഷെ എന്നാലും എങ്ങനെ സെറ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചു ഈ സൺഡേ ആയതുകൊണ്ട് തന്നെ എന്തായാലും കേക്ക് കാരണം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. പക്ഷേ കുഴപ്പമില്ല, അവർ സെറ്റ് ചെയ്താൽ. ഞങ്ങൾ നോർമലി സൺഡേ ഒക്കെ വരുന്ന ടൈമിൽ ഇവിടെ അങ്ങനെ ഇല്ല, മാക്സിമം എല്ലാവിടെയും ക്ലോസ്ഡ് ആയിരിക്കും. പക്ഷെ ഇന്നെന്തോ ഭാഗ്യമുണ്ട് ഗൈസ്, ചതിച്ചില്ല. ഒന്നാമത് വാവച്ചിന് കൺപിടിച്ചിട്ട് വരിക പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണ്. പുറത്ത് പോകുന്നത് തന്നെ എന്തെങ്കിലും കാരണമുണ്ടോ, പിന്നെ ഞങ്ങൾ സംസാരിച്ചിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യാമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എന്താണെന്ന് അറിയാത്ത വാവച്ചിക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഫുള്ള് ഇത് കേക്ക് കട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ വാവച്ചിട്ടൊക്കെ ചോദിക്കുക വാവച്ചിക്ക് എന്തായിരുന്നു ഡൗട്ട് ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ കേക്ക് കാര്യങ്ങളൊക്കെ റെഡിയായി സെറ്റായിട്ട് അവിടെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ കേക്ക് മേടിക്കുക, ബില്ല് ചെയ്യുക, നേരെ ഇനി പോവുക. അപ്പോൾ കേക്കൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടാണ്. പക്ഷെ വാവച്ചിക്ക് ഫുള്ള് ഡൗട്ട് എന്ന് പറഞ്ഞാൽ അമ്മാതിരി ഡൗട്ടാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ കേക്ക് വണ്ടിയിലാണ്. അപ്പോൾ വാവച്ചോ വണ്ടിയിലാണ്. വണ്ടിച്ചോ അങ്ങനത്തെ ഒരു അവസ്ഥ.
എന്റെ ബർത്ത്ഡേക്ക് ചെയ്യാൻ പറ്റാത്ത തൊപ്പിയില്ല വേറെ സംഭവം നോക്കിയത് കിട്ടിയില്ല. ഇരുത്തോട്ടെ ബർത്ത്ഡേ അല്ലേ ജിനു? കേക്ക് എന്തായാലും കൊറേ മണിക്കൂർ കുറച്ചു നേരം വെക്കും. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. സമയം നോക്ക് കറക്റ്റ് നേരെ 12:05. ഞാൻ പക്ഷെ 12 മണിക്ക് വിഷ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ എടുക്കാൻ പോയത്. വെച്ചോ ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ. റെഡി? ഊതണം ട്ടാ, മറക്കണ്ട. ഇരിക്കണേ ഇരുന്നോ? മോളുടെ പിറന്നാളാണ്. മഴകിന്റെ പിറന്നാളാണ്. ഈ ചിങ്കിടോടെ നല്ല ഉറക്കത്തിൽ ഉറക്കിയിട്ട് വന്നാണ്. ഇനിയിപ്പോ എനിക്കൊന്നും അറിയില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ലേറ്റ് ആയിട്ട് വരും. വിചാരിച്ച കേക്ക് ഒന്നുമല്ല. ബ്ലൂബെറി കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഹസ്ബൻഡിന് കൊടുക്കൂ. തിന്നാ മാത്രം പോലെ എനിക്ക് തരുമ്പോ ഞാനത് പ്രത്യേകം ഓർമ്മ വെച്ചിട്ടിരിക്കട്ടെ. ഫേസിലൊന്നും തേക്കരുത് കാരണം എനിക്ക് ഭയങ്കര കാരണം കൊടുത്തോ? പിടിക്കടാ ജനു. അങ്ങനെ അങ്ങനെ കൊച്ചാക്കണ്ട. ഈ കൊച്ചന്നെ പിടിച്ചോ. കൊച്ചേ അതെ കൊടുക്കാൻ നോക്കിയില്ല. പറഞ്ഞ ബർത്ത്ഡേ പ്ലാന് പറഞ്ഞു. പൊളിച്ചു പറഞ്ഞു. ഇങ്ങനെ കൊളമെന്ന് പറഞ്ഞ ഇങ്ങനെ കൊളമെന്ന് ഞാൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്താലും ഭാവിച്ചിട്ട് നീ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും രീതിയിലാക്കി തീർക്കുമായിരുന്നു. ഇപ്രാവശ്യം ജനില് മൊത്തം മാറ്റിക്കൊടുത്ത ജനില് ഇവൻ ഭാവിച്ച എന്തെങ്കിലും പറയുമ്പോൾ അപ്പോഴേക്കും ചിരിക്കുക. ഉച്ചക്ക് ചേച്ചി മനസ്സിലായി എന്ന് പറഞ്ഞു. ആ എന്തോ പറഞ്ഞത് ജനലിനൊന്ന് നോക്കി ജനലിൽ ചിരി ചിരിച്ചപ്പോ മനസ്സിലായി. ആ എന്നിട്ടില്ലേ ഞാൻ ലാസ്റ്റ് എനിക്കോ പറഞ്ഞിട്ട് നാളെയാണ് കേക്ക് എന്ന് പറഞ്ഞിട്ട് ആവശ്യനെ എന്താ പറയാ വിശ്വസിപ്പിക്കാൻ നോക്കി. എന്നിട്ട് ഇവിടെ വന്നപ്പോ പിന്നെ അവനെ ചിരിച്ചിട്ട് അതും പൊളിച്ചു. അതായത് ഐഫോൺ ഒന്നിലാണ് മറ്റേ വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടാ. അപ്പൊ അത് വന്നിട്ട് ഞാൻ അതും കീയും കൂടി ഒളിപ്പിച്ച് വെച്ചു. അപ്പൊ ആവശ്യം എൻ്റെ അടുത്ത് വന്നു ഫോൺ ചോദിച്ചു. അപ്പൊ ഞാൻ തരാമെന്ന് ഇവൻ ചോദിച്ചു. ഫുള്ള് പൊളിക്കായിരുന്നു. അതെ അതായത് അതിന്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. ചിങ്കുടി ജനിച്ചത് നവംബർ 9-നാണ്. എന്റെ ബർത്ത്ഡേ 12-നാണ്. അപ്പോൾ 9-ാം തീയതി ഞങ്ങൾ അവിടെ നിന്ന് 11-ന് ഡിസ്ചാർജ് ചെയ്തിട്ട് ഇവിടെ വീടെത്തുമ്പോ അത് നോക്കിട്ട് വീടെത്തിയപ്പോ ആ ഒരു ഇതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് കൊണ്ട് അങ്ങനെ കട്ട് ചെയ്യുന്നു. അപ്പൊ അല്ലെങ്കിൽ എല്ലാ വർഷവും കട്ട് ചെയ്യണമായിരുന്നു. എന്നിട്ട് സന്തോഷമായില്ലെന്നറിയാം. മൊത്തം പൊളിഞ്ഞത് എല്ലാ പ്രാവശ്യം പറഞ്ഞ ആദ്യം പറഞ്ഞ ഇതൊക്കെ തൂക്കുകയല്ലോ. അമ്മ വേറെ എന്തൊക്കെയോ വെച്ചിട്ട് അമ്മ ചിരിക്കുക. അതും ഡൗട്ട്. അപ്പോ ഇങ്ങനെയാണ് ബർത്ത്ഡേന്റെ. അപ്പൊ എന്താ ഒന്നും പറയാനില്ലേ? ഇല്ല ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. ഒന്നും പറയാനില്ലേ?
പറയപ്പോ മൊത്തം പൊളിഞ്ഞതൊന്നും പറയാനില്ല ഇല്ല. പക്ഷെ ഇത് നന്നായിട്ടുണ്ട്. 2 കിലോ കേക്കാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ബില്ല് കണ്ടിട്ട് ഒന്നാമത് ഞങ്ങൾ ഇത്ര വരില്ല വെറുതെ 1 കിലോ അല്ല, ഒരു 1/2 കിലോ മേടിച്ചാൽ എല്ലാം കൂടെ ആയില്ലേ. ഓ വാങ്ങിച്ചില്ല. എന്റെ ബർത്ത്ഡേക്ക് പോയി ഞാൻ 1 കിലോ മേടിച്ചാൽ മതി പറഞ്ഞ വാങ്ങിച്ച് 2 കിലോ 3 കിലോ മേടിക്കും വെറുതെ. എന്നിട്ടാണ് കേക്ക് വന്നേ തലകറിയിട്ട് പോയി. തലയിറങ്ങിട്ടിരുന്നത്. ആ രാവിലെ വാങ്ങിച്ച് രാവിലെ മുതൽ തലയിറക്കും. രാവിലെ ഇല്ല, ഇന്നലെ മുതൽ തലയിറക്കും തലവേദനയാണ്. അപ്പൊ കുറച്ച് ശരിയായിട്ടുള്ളൂ. എന്നെ എന്തിനാ നോക്കണത്? ഇവര് ജെന്നില് വീട്ടിലാക്കാൻ പോകണ പറഞ്ഞിട്ട് ശരി ഓക്കെ. ഞാൻ കോമഡി പറഞ്ഞിട്ട് അവൻ്റെ ഫോണിൽ ഓഫർ ചെയ്യുന്നില്ല. അപ്പൊ അവന് വീട്ടിലാക്കാൻ പോകണം. അത്രയും നേരം എന്റെ ഹോട്ട്സ്പോട്ട് എടുത്തിട്ടാണ് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഞങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ വീട്ടിലാക്കാൻ പോകണ ആക്കി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവൻ വണ്ടീൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നേ. എന്നിട്ട് ലാസ്റ്റ് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവനെ ആക്കി എന്നൊക്കെ പറഞ്ഞു. വായിച്ച് അങ്ങനെ വിശ്വസിപ്പിച്ചാ വായിച്ച് ഓൺലൈനിൽ ഉണ്ടല്ലോ അവൻ പറഞ്ഞു. അപ്പൊ ഇല്ല വിളിച്ചു നോക്കുക. വിളിച്ചത് അവൻ്റെ അടുത്ത് ഞാൻ വൈഫൈ ഓഫ് ചെയ്യടാ പറഞ്ഞു. അവ ഓഫ് ചെയ്തില്ല. കറക്റ്റ് വിളിച്ചത് വണ്ടീൻ്റെ ഉള്ളിൽ. അപ്പൊ തന്നെ പൊളിഞ്ഞു. അയ്യോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വേറെ റൂട്ട് ഇട്ടിട്ട് പറഞ്ഞു ജെനിലൊന്ന് വരുന്നുണ്ട്, നാളെയാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അതിവിടെ വന്നിട്ട് അതിനെയും പൊളിച്ചു. അങ്ങനെ പിള്ളേ പൊളിച്ചില്ല. അത് ചിരി, അവൻ ചിരിക്കുന്നു. ഞാൻ ഇവരോട് ചോദിച്ചു അല്ല ഐഫോൺ അവിടെ വെച്ച് ചെയ്തു. എന്നിട്ട് കാറിന്റെ കീ അവിടെ വെച്ചപ്പോ കള്ളത്തരം പറിച്ചു വെക്കാൻ പറ്റില്ല. ബേബിക്കടി ചിരി നമ്മുടെ നിക്കുന്ന നിക്കണ്. പക്ഷെ പറ്റില്ല. പക്ഷെ അങ്ങനെ കട്ട് ചെയ്ത് എന്നിട്ട് എന്താണ് ഹാപ്പി ചെയ്യാം. രാവിലെ തലവേദനിച്ചിട്ട് ഇന്നലെ രാത്രി ഇന്നലെ രാത്രി തലവേദന ചിങ്കുടില്ല. ചിങ്ങൂരിന്റെ എടുത്തിട്ട് വരണം വിചാരിച്ചു. പക്ഷെ കറക്റ്റ് ഉറങ്ങി. ഞാൻ വിചാരിച്ചു ചിങ്ങൂരിന്റെ എടുത്തിട്ട് കട്ട് ചെയ്യാന്നാണ്. പക്ഷെ ഉറങ്ങാണ്. അപ്പൊ അതുകൊണ്ട് എനിച്ചാ ഇല്ല നല്ല ഉറക്കം. അപ്പൊ അതുകൊണ്ട് എടുക്കാതിരുന്ന. അതെ. പക്ഷെ എന്നാലും ഇവിടെ നിൽക്കുമ്പോ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് നോക്കണ്. തൊട്ടില്ലാണ് പാടുണ്ടോണ്ട് നോക്കുന്നത്. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഒരു പാളിപ്പോയ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ്. എന്നിട്ട് എന്താണ് ഞാൻ ചിങ്ങൂരിനെ ഓർക്കാനായിട്ടാ. അപ്പൊ ബേബി ഇവിടെ ലോക്ക് ചെയ്തിരിക്കും. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അത് എന്തായാലും പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഈ സെറ്റ് ചെയ്യണതെങ്കിലും കാണണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒരു 2-3 മിനിറ്റ് എടുത്തിട്ട് സെറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാറുണ്ട് അല്ലേ? പെടുത്തി കൊടുക്കണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പെടുത്തി കൊടുക്കുന്നത്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ആ റൂമിൽ അടച്ചിട്ടിട്ട് ഫുള്ള് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞ വ്ളോഗ് ഉണ്ട്. എവിടെ അമ്മ നോക്കിയമ്മ എവിടെ? അത് മറ്റേത് വെഡിങ് ആനിവേഴ്സറി. കഴിഞ്ഞ ആഴ്ചന്റെ ബർത്ത്ഡേക്ക് നമ്മൾ തേനൂരായിരുന്നു. അപ്പൊ അവിടെ ഉള്ള ടൈമിൽ ഞാൻ ജെനുവിൻ ഡെക്കറേഷൻ ഒക്കെ ചെയ്തത് വീഡിയോ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ കേക്ക് നന്നായിട്ട് എനിക്ക് ഏകദേശം എല്ലാ കേക്കിന്റെയും അറിയാം, കണ്ടാൽ അറിയാം. കാരണം ബേബിന്റെ ഇതിനു വേണ്ടി ഞാൻ അതിന്റെ പൊറപ്പിക്കും. അതെ. ഞങ്ങൾ നോർമൽ വൈറ്റ് ഫോറസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് വെച്ച് വാങ്ങിച്ച് ഈ സമയം ബ്ലൂബെറി പറഞ്ഞ സംഭവത്തിന്റെ ബർത്ത്ഡേക്ക് ഫസ്റ്റ് ചെയ്തത്. ഞാൻ കുറച്ചൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി ചെയ്തിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് പോയത് അവിടെ നിന്ന് സാമ്പിൾ തന്നത് ഇതാണല്ലേ. ഞാൻ ജെനിന്റെ അടുത്ത് പറഞ്ഞ പോലെ തന്നെ എന്ത് കേക്ക് മുട്ടായി അതിന്റെ മേലെ വെക്കാനുള്ള ഹാപ്പി കൊടുത്തത്. എന്താ എനിക്ക് പോസ്റ്റ് അടിക്കേണ്ടി വന്നില്ല മേലെ പോയിട്ട്. ഞാനെന്താ വിചാരിച്ചെന്നറിയ ഇവനെ മേലേക്ക് വിടാം. മേലേക്ക് വിട്ട് ടെറസിന് മേലെ ഒളിപ്പിച്ചിട്ട് 12 മണിയാകുമ്പോൾ കൊണ്ടുവരാന്നൊക്കെ വിചാരിച്ചു. സമയത്ത് ഇത്രയും ഇല്ലാത്ത മഴ ഞാൻ വിചാരിച്ചു. അപ്പൊ ഒരുപാട് നീട്ടുന്നില്ല. വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഫുള്ളായിട്ട് വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളൊക്കെ കമന്റ് ചെയ്യാം. അപ്പൊ ഗൈസ് ബൈ.